നിങ്ങളുടെ വാക്കുകൾ നിശബ്ദതയേക്കാൾ വിലയുള്ളതാകും വരെ മിണ്ടാതിരിക്കാൻ ശീലിക്കുക. അർത്ഥമില്ലാത്ത വാക്കുകളേക്കാൾ നല്ലത് നിശബ്ദതയാണ്. ഒന്നുകിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തായാലും പരിഹാരം കണ്ടെത്തുക, അല്ലെങ്കിൽ അത് മറക്കുക. അല്ലാതെ ഇത് രണ്ടിലും കഴിയാത്ത അവസ്ഥയിൽ ജീവിച്ചാൽ ഒരിക്കലും നിങ്ങൾക്ക് സമാധാനം കിട്ടുകയില്ല. ഇനി എത്ര തന്നെ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലും മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളിൽ കൈ കടത്താതിരിക്കുന്നതാണ് ബന്ധങ്ങൾ നിലനിർത്താൻ നല്ലത്. നമ്മളെ അസ്വസ്ഥമാക്കുന്ന ചിന്തകളെ ഒഴിവാക്കിയില്ലെങ്കിൽ ചിലപ്പോൾ അത് നമ്മുടെ ആത്മവിശ്വാസത്തെയും നമ്മളെന്ന വ്യക്തിയെയും തന്നെ ഇല്ലാതെയാക്കിയേക്കാം. ഒരിക്കൽ കൈവിട്ടു പോയെന്ന് കരുതിയ സ്വപ്നങ്ങളെല്ലാം ഒരുനാൾ നമ്മളെ തേടിയെത്തും. അത്രമേൽ ആഗ്രഹിക്കുമെങ്കിൽ, അത്രമേൽ പരിശ്രമിക്കുമെങ്കിൽ. ദുർബല മനസ്സുമായി ചിന്തിക്കുമ്പോൾ സാഹചര്യങ്ങൾ പ്രശ്നങ്ങളായി തീരും. സമചിത്തതയോടെ ചിന്തിക്കുമ്പോൾ സാഹചര്യങ്ങൾ വെല്ലുവിളികളാകും. ശക്തമായ മനസ്സോടെ ചിന്തിക്കുമ്പോൾ സാഹചര്യങ്ങൾ അവസരങ്ങളാകും. നിങ്ങളുടെ 100 നന്മകൾ മറ്റുള്ളവർക്ക് മറക്കാൻ നിങ്ങളുടെ ഒരു തെറ്റ് മാത്രം മതി. അതിനാൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും സൂക്ഷിച്ച് ചെയ്യുക. മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നതാണ് നിങ്ങളെ ബന്ധിക്കുന്ന ഏറ്റവും വലിയ ചങ്ങല. അത് പൊട്ടിച്ചെറിഞ്ഞാൽ പിന്നെ നിങ്ങളെ ഒരു ശക്തിക്കും തടയാനാവില്ല. വിശദീകരണങ്ങൾ നൽകാൻ അധികം ശ്രമിക്കാതിരിക്കുന്നതാണ് ചില സമയത്ത് നല്ലത്. കാരണം ചില ആളുകൾ അവർക്ക് ഇഷ്ടപ്പെടുന്നത് മാത്രമാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്നേവരെ നേടിയിട്ടില്ലാത്ത എന്തെങ്കിലും ഒരു നേട്ടം നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഇന്നേവരെ പ്രവർത്തിച്ചിട്ടില്ലാത്ത അത്ര കഠിനമായി പ്രവർത്തിക്കുക. ജീവിത വിജയം ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. ചിലർക്ക് അത് പണമായിരിക്കാം, ചിലർക്ക് സ്നേഹമുള്ള കുടുംബമായിരിക്കാം, ചിലർക്ക് നല്ല ജോലിയായിരിക്കാം. മറ്റുള്ളവരുടെ വിജയത്തിൻ്റെ അളവുകൾ കൊണ്ട് സ്വന്തം വിജയം അളക്കാതിരിക്കുക. നിങ്ങൾ എത്ര വിദ്യാസമ്പന്നനോ കഴിവുള്ളവനോ ധനികനോ സമ്പന്നനോ കുലീനനോ ആയിക്കൊള്ളട്ടെ, നിങ്ങൾ ആളുകളോട് എങ്ങനെ പെരുമാറുന്നു എന്നതാണ് ആത്യന്തികമായി നിങ്ങൾ എന്ന വ്യക്തി. വിജയിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തോൽക്കാനും പഠിക്കണം. ഓരോ തോൽവിയും ഓരോ പാഠങ്ങളാണ്. ഈ പരാജയം ജീവിതത്തിൻ്റെ അവസാനമല്ല എന്ന് ചിന്തിച്ച് തുടങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിജയം ആരംഭിക്കുകയായി. തളർത്താൻ പാകത്തിൽ പ്രതിസന്ധികൾ നമ്മളെ തേടി എത്തിയേക്കാം. തോൽപ്പിക്കാനായി എതിരാളികൾ നിരന്നു നിന്നേക്കാം. എങ്കിലും തോറ്റു കൊടുക്കരുത്. ഈ യാത്ര തുടരാനുള്ളതാണ്, ഇടയ്ക്ക് വെച്ച് നിർത്താനുള്ളതല്ല. ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളെ ഓർത്ത് വിഷമിക്കരുത്. മെച്ചപ്പെടുത്താൻ കഴിയുന്ന കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം സമയം കണ്ടെത്തുക. നമ്മുടെ ദേഷ്യത്തിന് ചിലപ്പോൾ മിനിറ്റുകളായിരിക്കാം ആയുസ്. ദേഷ്യത്തിൽ പറയുന്ന വാക്കുകൾ, ചെയ്യുന്ന അബദ്ധങ്ങൾ, എടുക്കുന്ന തീരുമാനങ്ങൾ, ഇതിനൊക്കെ ഒരു ആയുസിൻ്റെ വലിപ്പം ഉണ്ടായി എന്ന് വരാം.